അതെന്താണെന്നറിയോ, ഹക്കീം ഷാജഹാനിൻ പെണ്ണ് കേസ് എന്നിട്ട് വേറെ കഴിച്ചല്ലേ തന്റെ കുടുംബം നന്നായിരിക്കാൻ വേണ്ടിട്ടാണ് ഹക്കീം ഷാജഹാനിൻ പെണ്ണ് കേസ് എന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഉണ്ട് എന്ന് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള ചോദ്യം റദ്ദ് ചെയ്യപ്പെട്ടതാണ്. ഇപ്പൊ നമ്മുടെ ഉള്ളതിൽ ഏറ്റവും വലിയ സീനിയർ ആയിട്ടുള്ള 30 വർഷം പരിചയമുള്ള ഇർഷാദ് പറയുന്നതാണ് എക്സ്പീരിയൻസ്. റെസ്പെക്ട് ഇല്ല. ഞാൻ എന്നിട്ട് പോകുന്നവർക്ക് റെസ്പെക്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തന്നെ എന്റെ കാലം കൊടുത്ത വലിയ ആളാണെന്ന് നേരത്തെ അല്ല അതാണ് പക്ഷെ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ എന്നോട് ചുരിദാർ ഇട്ടിട്ട് എന്നോട് എത്ര നേരം വേണമെങ്കിൽ ഇരുന്നോ എന്ന് പറഞ്ഞാൽ കനവിൽ കിടന്ന് ഉറങ്ങിക്കോളൂ, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഒരുക്കി ഇരുത്തിയിട്ട് അനങ്ങാൻ പറ്റില്ലല്ലോ നമുക്ക്. പിന്നെ ലാലേട്ടൻ്റെ കൂടെ ഞാൻ ചെയ്യാൻ പോകുന്ന പടം ലാസ്റ്റ് ചെയ്ത പടം ലാലേട്ടൻ്റെ കൂടെ അതിൻ്റെ കൂടെ ചെയ്യുന്ന അതേ അതിൻ്റെ വേറൊരു സുഖം ഞാൻ ചെറുപ്പമായിക്കൊണ്ട് ഓഫ്കോഴ്സ് നിലാമിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിക്കും. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ജനനായകന്റെ സ്ലോട്ടിലേക്ക് ഇടിച്ചു കയറി പെണ്ണ് കേസ് വരുന്നു. അങ്ങനെയല്ലത്, നിഖിലായിട്ട് ക്ലാഷായി പേടിച്ച് വിജയ് പിന്മാറി. നമ്മുടെ വടക്കൊക്കെ എടുത്ത് സീനിയേഴ്സ് വെള്ളം കയറിയത്. എന്തായാലും തിയേറ്ററിലേക്ക് കുറച്ച് നേരത്തെ എത്തിപ്പോയി, പെട്ടെന്നായിപ്പോയി ഒരു എൻട്രി. പേടിയുണ്ടോ? തുടങ്ങിയോ? ഫ്ലോ ഇങ്ങോട്ട് പോയി. എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ? ടെൻഷനിലാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു മൂഡ്? 3 മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന മനുഷ്യരായിട്ട് എഴുതാൻ പോവാണ്. 3 മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇതൊരു പുതിയ കാര്യം, ലൈക്ക് റീസെന്റ് ആയിട്ട് മലയാള സിനിമയിൽ വരുന്നതാണ്. റിലീസിന് മുന്നേ പെയ്ഡ് ആയിട്ട് ഒരു പ്രീമിയർ വയ്ക്കുന്നത്, അതിലൊരു ട്രെൻഡ് സെറ്റ് ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പെയ്ഡ് പ്രീമിയർ റിലീസ് തന്നെ നിങ്ങൾ കാശ് മുടക്കി നിങ്ങൾ തന്നെ ഇരുന്ന് കാണും. 10-ാം തീയതി പറഞ്ഞിട്ട് 9-ാം തീയതി നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കും അവർക്ക്. റിലീസ് തന്നെ ഇത്തിരി പേരും കയറ്റി വെച്ചു. ഓക്കെ, സോ എന്താണ് നിങ്ങളുടെ ഫീലിംഗ്? എന്താണ് അതിപ്പോ എന്താ വെച്ചാല് റിവ്യൂ പറയാൻ വരുന്നവരൊക്കെ 10-ാം തീയതി വിചാരിക്കുന്നുണ്ട്. ഇന്റർവ്യൂ മറന്നുപോയി. പ്രതീക്ഷ സിനിമ ആളുകളെ രസിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യം എന്താണ് പെണ്ണ് കേസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ആളുകൾ ഹുക്കായിട്ടിരിക്കുകയാണ്. നിഖില വിമലിന്റെ പല ഷെയ്ഡ്സ് ആളുകൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. പല സാരികൾ കല്യാൺ സിൽസിന് പരസ്യം പോലെ കൊള്ളാമാണോ? സോ എന്താണ് ആസ് എ ഡയറക്ടർ ഒരു ലോങ് ജേർണിയാണ്, അതിലൊരു പ്രൊഡക്റ്റ് യു ഹാവ് മെയ്ഡ് ആൻഡ് അത് ആളുകളിലേക്ക് എത്താൻ പോവാണ്. എന്തായിരുന്നു ആ ജേർണി ആൻഡ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ്? ഒരു വികാരതയാണ്. അല്ല ഇപ്പോൾ ജേണി ഭയങ്കര കുറച്ച് സംവിധാനമുള്ള ഓട്ടം തന്നെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് നായികയെ പ്ലേസ് ചെയ്യുന്നു, നായികയെ വെച്ച് നമ്മളത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പം ഒരു കാലഘട്ടത്തിന് ശേഷം മാത്രം മലയാള സിനിമയിൽ പോസിബിൾ ആയിട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. അതൊരു റിസ്ക് ഫാക്ടർ ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആക്ട്രസ് കൂടെ ഉണ്ടാവുമ്പോൾ റിസ്ക് കുറവാണ്. ജനപ്രിയമായ ഞങ്ങളെ നായികക്ക് എങ്ങനെയാണ് അത് റിസ്ക് ആയിട്ട്? ഈ സിനിമ ഷോൾഡർ ചെയ്തിട്ടുള്ളത് നായികയാണ്, ഞങ്ങക്ക് റിസ്ക് ഇല്ലാത്ത. അപ്പോ അതെന്താണെന്നറിയോ, ഹക്കീം ഷാജഹാനിൻ പെണ്ണ് കേസ് എന്നിട്ട് വേറെ തീർച്ചയായിട്ടും കഴിച്ചല്ലേ തന്റെ കുടുംബം നന്നായിരിക്കാൻ വേണ്ടിട്ടാണ് ഹക്കീം ഷാജഹാനിൻ പെണ്ണ് കേസ് എന്ന് വിചാരിച്ചത്. എന്റേത് അങ്ങനെ വരാത്തത് എന്നെപ്പറ്റി ആൾക്കാർക്ക് പൊതുവെ നല്ല അഭിപ്രായമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കണം അങ്ങനെ വന്നത്. അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടോ? ലൈക്ക് നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുന്നു, പ്രത്യേകിച്ച് പെണ്ണ് കേസ് എന്ന് പറയുന്ന പേരോടുകൂടെ വരുന്നു, അതിലേതെങ്കിലും തരത്തിൽ ബാക്ക്ലാഷ് ഉണ്ടാകും, അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വരുന്നത് ഏതെങ്കിലും തരത്തിൽ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? എനിക്കിനിപ്പോ വേറെന്ത് നെഗറ്റീവ്
വരാൻ ആവശ്യത്തിൽ കൂടുതൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് ഒരു സിനിമയ്ക്കൊന്നും അത് മാറ്റി മറിക്കാൻ തോന്നുന്നില്ല. പക്ഷെ ഇല്ല, ഞാൻ പറഞ്ഞില്ല, അത് ആൾക്കാർ പൊതുവെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീ കഥാപാത്രം എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. കാരണം നമ്മൾ എപ്പോഴും കാണുന്നത് പോലെ ഉള്ള സ്ത്രീകൾ മാത്രമല്ല സിനിമയിലുള്ളത്, അല്ല സിനിമയിൽ കാണുന്ന പോലുള്ള സ്ത്രീകൾ മാത്രമല്ല സമൂഹത്തിലുള്ളത്, അങ്ങനെ അല്ലാത്ത ആൾക്കാരുമുണ്ട്. അവരെയും കൂടെ പോർട്രേ ചെയ്യപ്പെടണം. അതും അങ്ങനെയുള്ള ആൾക്കാരും ഇവിടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് എഫക്റ്റീവ് ആവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് അറിയുക എന്നുള്ളതും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നി. അതാണ് ഞാൻ കമ്മിറ്റ് ചെയ്യാൻ കാരണം. ഇനി ഇതിൻ്റെ പുറത്ത് കമ്മിറ്റ് ചെയ്യുന്നപ്പോൾ ഇങ്ങനെ ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി വരുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ വാങ്ങുക, വീട്ടിൽ പോയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ടെൻഷനോട് കൂടെ അല്ലേ ഏറ്റെടുത്തത്? ഏറ്റെടുത്തപ്പോൾ ടെൻഷൻ ഇല്ലായിരുന്നു. ഇന്ന് പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് അങ്ങനെ അല്ല, അതൊരു ഞാനല്ലേ, അങ്ങനെ ഒരാള് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അറിയണം, നമ്മൾ അതിൽ അവെയർ ആയിരിക്കണം എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പേസ് ഉണ്ട് മലയാള സിനിമയിൽ, പ്രത്യേകിച്ചും നായികമാർക്ക്. ദേ ക്യാൻ പ്ലേ എനി കൈൻഡ് ഓഫ് റോൾസ്. ഏത് റോളിലേക്ക് പോയി കഴിഞ്ഞാലും ആ ക്യാരക്ടറിൻ്റെ സ്വഭാവത്തെ വെച്ച് മാത്രം പ്രേക്ഷകർ ജഡ്ജ് ചെയ്യുന്ന ഒരു സ്പേസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ പല കാലങ്ങളിലായിട്ട് ഫൈറ്റ് ചെയ്ത് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. ആ സ്പേസ് എത്രത്തോളം ആസ് എൻ ആക്ട്രസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ സ്പേസ് ഉണ്ട് എന്ന് നല്ല ബോധ്യം ഉണ്ടായിട്ടല്ലേ അതിനു മുമ്പുള്ള ചോദ്യം ചോദിച്ചു? അതെ, അങ്ങനെ ആ ചോദ്യം റദ്ദാക്കട്ടെ. എനിക്ക് മനസ്സിലായി അല്ലേ? അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഉണ്ട് എന്ന് കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള ചോദ്യം റദ്ദ് ചെയ്യപ്പെട്ടതാണ്. അതായത് ഇപ്പം പലതരത്തിലുള്ള ഏത് ക്യാരക്ടറിനെ പോർട്രേ ചെയ്താലും ആളുകൾക്ക് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അതിനെ പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ആക്ട്രസ് ഇങ്ങനെ ചെയ്തു അല്ല, ആ സ്പേസിനെ ആസ് എൻ ആക്ട്രസ് എങ്ങനെ എൻജോയ് ചെയ്യുന്നു? ലൈക്ക് നല്ലതല്ലേ? അപ്പം അങ്ങനെ ഇപ്പൊ നമ്മൾ അങ്ങനെ ആരുടെയും ക്യാരക്ടേഴ്സിൽ നമ്മൾ എടുക്കുന്നില്ലല്ലോ. അല്ല, ഞാനത് ഈ പറയുന്ന പോലെ ആകെ കേട്ടിരിക്കുന്നത് നിങ്ങളൊരു അമ്മ വേഷം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂ അങ്ങനെ വരും, പോലീസ് വരും എന്നുള്ളത് അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്ക് ഞാനാണെങ്കിൽ എനിക്കൊന്ന് ഹക്കീം ഇപ്പൊ പറഞ്ഞെടുത്ത് വെച്ചൊക്കെ എനിക്ക് മനസ്സിലായത് നമുക്കൊക്കെ വരുന്ന സിനിമകളിൽ നിന്ന് ഞങ്ങൾ ചൂസ് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് സിനിമകൾ വരികയല്ല, അപ്പൊ നമുക്ക് വരുന്നതിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ പരിപാടികൾ പിടിക്കാതിരിക്കുക എന്നുള്ളത് നോക്കുക എന്നുള്ളത് നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളൂ. ബാക്കി ഇപ്പം അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ വ്യത്യാസമുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ആൾക്കാർ അത് വെച്ച് ജഡ്ജ് ചെയ്യും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അതുള്ളത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു എനിക്ക് അത്യാവശ്യം ചീത്തപ്പേരുണ്ടല്ലോ, പിന്നെ ഈ ക്യാരക്ടർ വന്ന കുഴപ്പമില്ല. പിന്നെ അതൊക്കെ കണക്ട് ആവുമെന്നാണ് ചോദിക്കുന്നത്. അതിപ്പോ പേഴ്സണൽ ക്യാരക്ടറിന്റെ സാധനങ്ങൾ കണക്ട് ആവുമെന്നല്ലേ ചോദിക്കുന്നത്? ഇതിപ്പോ ഉത്തരേന്ത്യ നേതാവ് വന്നിട്ട് നടുക്കുന്ന ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ചോദ്യം കൈവിട്ടു പോയി. ആ ചോദ്യം കൂടെ പോയി എഴുന്നേറ്റൊന്ന് പോയൊക്കെ ബാക്കി അടിച്ച് നോക്കാം. സോ ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ എന്ന് പറയപ്പെടുന്നു. അതിനകത്ത് ഒരു മേജർ ക്യാരക്ടർ വരുന്ന സമയത്ത് ഫീമെയിൽ സെൻട്രിക് സിനിമ അല്ലല്ല, ഹക്കീം ഷാജഹാൻ ഓൾസോ അതിലേക്ക് അങ്ങനെ ഞാൻ മാത്രം ടൈറ്റിൽ വേഷത്തിൽ ഞാനാണ്. പോട്ടെ ഞാൻ ഇങ്ങോട്ട് പോട്ടെ. ഓക്കെ, ഫീമെയിൽ സെൻട്രിക് സിനിമകളിലേക്ക് വരുന്ന സമയത്ത് അവിടെ നായകന്മാർക്ക് ഉണ്ടാകുന്ന സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെ ഒരു കൺസേൺ അവിടെ ഉണ്ടായിട്ടുണ്ടോ ഹക്കീമിനെ സംബന്ധിച്ച്? ഒരിക്കലുമില്ല. ഞാൻ എത്രയോ സിനിമകൾ ചെയ്തായിരുന്നു. പ്രണയവിലാസം, അർച്ചന 31, പിന്നെ ഫ്രീഡം ആൻഡ് മിഡ്നൈറ്റ് എന്ന ഷോർട്ട് ഫിലിം, അങ്ങനൊന്നുമില്ല. ടീച്ചർ, എനിക്ക് തോന്നുന്നു ഞാനാണോ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തത്? 4-5 ചെയ്തിട്ടുണ്ട്. അങ്ങനൊന്നുമില്ല. അത്തരം നരേറ്റീവുകൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പടം ഞാൻ തുടക്ക സമയത്ത് ഒരു വർഷം മുന്നേ കേട്ടതാണ്. അപ്പോൾ അന്ന് ഞാൻ എക്സൈറ്റഡ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൊഡക്ഷൻ ബാക്കിയുള്ള പരിപാടി ഒരു ഡിലേ ആയിട്ടുണ്ട്. 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ പടം തുടങ്ങുന്നത്. അപ്പോഴേ ഞാൻ എക്സൈറ്റഡ് ആണ്. അതായത് ഒരു നല്ലൊരു കണ്ടന്റ് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമാണുള്ളൊരു കൊതിയുണ്ടല്ലോ. അതിനകത്ത് ആരാണ്, ഫീമെയിൽ ആണോ മെയിലാണോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ക്യാരക്ടറാണ് എക്സൈറ്റ് ആക്കുന്നത്.
ക്യാരക്ടർ ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് യൂണിഫോം പരിപാടി ചെയ്യുന്നത്. പുള്ളി ഒരു നല്ലൊരു പാവം മനുഷ്യനാണ്. അതിൻ്റെതായിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ നമ്മൾ ചെയ്യുമ്പോൾ, ആ ഒരു എക്സൈറ്റ്മെന്റ് അതിനകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നീലാമലിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു, അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇർഷാദ് ഞാൻ എന്നും പറഞ്ഞു, ഇന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അല്ല, തമാശയൊക്കെ മാറ്റിച്ചാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ബേസിക്കലി വളരെ എന്താണ് പറയുക, എപ്പോൾ തുടങ്ങും ഞാൻ എപ്പോഴും വിളിച്ചു ചോദിച്ചു. അവസാനം ചെറിയൊരു വിൻഡോയിൽ തുടങ്ങാറായപ്പോ ബാത്റൂമിൽ തന്നെ കാലുപിടിച്ച് അങ്ങനെ. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ചെറിയൊരു വിൻഡോ കിട്ടിയ ആ സമയത്ത് ഞങ്ങൾ പൂർത്തിയാക്കി പോയത്. നമ്മൾ 30 ദിവസം കൊണ്ട് തീർന്നല്ലേ. സോ ഇത് ഇപ്പൊ നമ്മൾ പറയുന്ന ഇത്രയും കാസ്റ്റ് അല്ല, ലൈക്ക് ഒരു ഗ്രൂപ്പ്, ലാർജ് ഗ്രൂപ്പ് ഒന്നിച്ച് വരികയാണ്. അപ്പം ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒന്നിച്ചുള്ള ഒരു ജേർണി കൂടെയാണല്ലോ നിങ്ങളുടെ. ഇപ്പം 40 ദിവസം എന്ന് പറയുമ്പം അത്രയും ആളുകൾ ഒന്നിച്ച് ഷൂട്ടിൽ വരികയാണ്, ആളുകളുടെയൊക്കെ കഥകൾ ഒന്നിക്കുകയാണ്. ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും ലാർജ് കാസ്റ്റ് വരുമ്പോൾ? അല്ല, ഞാനത് പറയാം, ഇപ്പൊ നമ്മുടെ ഉള്ളതിൽ ഏറ്റവും വലിയ സീനിയർ ആയിട്ടുള്ള 30 വർഷം പരിചയമുള്ള ഇർഷാദ് പറയുന്നതാണ് ഇതിന്റെ നല്ലത് എക്സ്പീരിയൻസ്. ഈ സിനിമയുടെ എക്സ്പീരിയൻസ്, ഈ സിനിമ ഇത് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് പിന്നെ എല്ലാവർക്കും ഓരോ എന്താ പറയാ പർട്ടിക്കുലർ എപ്പിസോഡ് വൈസ് ആയിട്ടാണ് ഷൂട്ട് കിടക്കുന്നത്. ഉണ്ട് ഒരു പോയിന്റിൽ എത്തുന്നുണ്ട്. ഇർഷാദ് പ്രണയം പരിപാടി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിഷാരടിക്കുക, അജു, അങ്ങനെ എല്ലാവർക്കും ഓരോരോ പർട്ടിക്കുലർ എപ്പിസോഡ് കിടക്കുന്നു. അവസാനം അല്ല, ഇതെല്ലാം ട്രെയിലറുണ്ട്. ഈ ജൂനിയേഴ്സിന്റെ അടുത്ത് എങ്ങനെയാ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത്? നമുക്കൊരു റെസ്പെക്ട് ഇല്ലാതെ ഞാൻ എന്നിട്ട് ബോധപൂർവ്വം എനിക്ക് റെസ്പെക്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തന്നെ എന്റെ കാലൊക്കെ എടുത്ത് വലിയ ആളാണെന്ന് സത്യം പറഞ്ഞാൽ അടിപൊളി. അത് നേരത്തെ ഒരു പേപ്പറിലെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് പുതിയ തലമുറയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. 2 തലമുറയുടെ ഇപ്പൊ ലാലേട്ടൻ്റെ കൂടെ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന പടം എന്ന് പറയുന്നത് ലാസ്റ്റ് ചെയ്ത പടം ലാലേട്ടൻ്റെ കൂടെയാണ്. അതിൻ്റെ കൂടെ ചെയ്യുന്ന അതിൻ്റെ വേറൊരു സുഖം ഇതിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. പുതിയ തോട്ട്സ് ഉണ്ടായിരുന്നു. അവർ പറയുന്ന ചില കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുകയില്ല. ഇവർ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറിയിട്ട് എന്തൊക്കെയോ പറയുന്നത് കുറേയൊക്കെ പിടുത്തം കിട്ടുന്നത് ഇപ്പൊ ഇവരുടെ കൂടെ ഒക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ പലതരം പരീക്ഷണങ്ങൾ ഇതിന്റെ ഇടയിൽ വരുന്നുണ്ടല്ലോ. ഈവൻ അരികെ എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. സോ അരികൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്പിയറിൽ വന്ന സിനിമയായിരുന്നു, സർക്കാരിന്റെ സിനിമയായിരുന്നു. അപ്പൊ അത്തരം പരീക്ഷണങ്ങളിലേക്കും അതേസമയം പെണ്ണുകേസ് പോലെയുള്ള ഫൺ കൊമേഴ്ഷ്യൽ എലമെന്റിലേക്കും വരാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു എൻ്റെ ലൈഫിലെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സമാന്തര സിനിമ കമേഴ്ഷ്യൽ സിനിമ ഒരേപോലെ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാലത്ത് സമാന്തര സിനിമയുടെ മാത്രം ആളായിരുന്നു. അതെനിക്ക് ജീവിക്കാനുള്ള അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും കമേഴ്ഷ്യൽ സിനിമയിൽ നിലനിൽക്കണം എന്നുള്ളത് വലിയ ആവശ്യമാണ്. കാരണം അത് പറഞ്ഞു വരുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. പണ്ട് ഇന്നാണ് പാടം വന്നൊരു വിലാപം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവുകയാണെങ്കിൽ ഞാനായിരിക്കില്ല നായകൻ. അന്നത് അത്ര സാറ്റലൈറ്റ് ഇല്ല, OTT ഇല്ല, ബിസിനസ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ തന്നെ ഉള്ളൂ. തിയേറ്ററിൽ വന്നാൽ ഇന്ന് ഒരു സിനിമ ഉണ്ടെങ്കിൽ അത് OTT കിട്ടും, സാറ്റലൈറ്റ് എത്ര കിട്ടും എന്നുള്ള ബിസിനസ് ഉണ്ട്. അപ്പോൾ ബിസിനസ് വാല്യുള്ള മാർക്കറ്റ് വാല്യുള്ള ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ കമേഴ്ഷ്യൽ സിനിമയുടെ ആവേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടുകൂടി സമാന്തര സിനിമ ചെയ്യുമ്പോൾ തന്നെ കമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗം സഞ്ചരിക്കുന്നത്. ഇർഷാദ് എല്ലായിടത്തും ഫ്രണ്ട്സാണ്. അതായത് എന്താ പറയുക, നാടകം, സാംസ്കാരിക തലത്തില്, കവിത സൈഡില്, എല്ലായിടത്തും പുള്ളി ഇങ്ങനെ എല്ലായിടത്തും ഓളിനോളായിട്ടുണ്ട്. ഇപ്പൊ ഈവൻ നിങ്ങളുടെ പ്രൊഡക്ഷൻ തന്നെ ഇതിനു മുന്നേ ചെയ്ത അവിഹിതം എന്ന് പറയുന്ന സിനിമ വരുന്നത്, അതും ഈ പറഞ്ഞ പോലെ സമാന്തരമായിട്ട് പോകുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അതിന് ഇന്ന് കുറച്ചുകൂടെ റീച്ച് വരുന്നുണ്ട്. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ അത് സംസാരിക്കപ്പെടുന്നുണ്ട്. യെസ്. അപ്പം ആളുകളുടെ കഴിഞ്ഞ വർഷത്തെ ഫേവറേറ്റ് സിനിമകളിൽ അത് ഉൾപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള നരേറ്റീവുകൾ കൂടെ ഇവിടെ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ട് വരുന്നുണ്ടോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കഥകൾ എങ്ങനെയാണ് നിങ്ങൾ എക്സൈറ്റ് ചെയ്യുന്നത്? അവരെത്ര സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും പുതുമ ഉണ്ടോ എന്നുള്ളത് അല്ലേ, അതൊന്നും ഒന്ന് വ്യക്തമല്ല. വേറെ എന്തെങ്കിലും ഉത്തരവ് ചെയ്യുമ്പോൾ
മൂന്ന് പേജായി. അത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് അതിനുവേണ്ടി. പിന്നെ ബാക്കി നീ ഞാൻ ലവ് 24/7 അവരോട് ഫസ്റ്റ് ചെയ്യുന്ന സിനിമ. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാലം തൊട്ട് അവർക്ക് സിനിമ വലിയ സക്സസ് ആവുക എന്നുള്ളതിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥകൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ നമുക്ക് ഇതെന്താ ചെയ്തത് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ അവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള കഥകളും കൂടി സിനിമകളാവണമെന്ന് വിചാരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. എന്നിട്ട് അതിൽ വിജയം എന്നിട്ട് അതിൽ ഇപ്പൊ അവർ ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ പറയുകയാണെങ്കിൽ നല്ല ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കമേഴ്ഷ്യൽ സക്സസും അവർക്ക് സംഭവിക്കാറുണ്ട്. അപ്പം ചിലര് മറ്റേ ഹിറ്റുകൾ മാത്രം അല്ലാതെ ഇതായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നിടത്ത് കുറച്ചുകൂടി നല്ല കണ്ടന്റുകൾ, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ പ്രൊഡക്ഷൻ ഹൗസിലിരിക്കുന്ന ആൾക്കാരൊക്കെ. നമുക്ക് നമ്മളെടുത്ത് വരുമ്പോഴും കുറച്ച് വ്യത്യാസമാണ്. ഇത് ചിലപ്പം നോർമലി ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോറിൻ്റെ അടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവർക്കിത് പെട്ടെന്ന് മനസ്സിലാവും. കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ്. കൺവിൻസ് ചെയ്യാന്നല്ല, അവർക്ക് അങ്ങനെയുള്ള കഥകളാണ് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ. കുറച്ചുകൂടി ഇൻഡി പടങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. അവര് പാരലലി ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കറിയാം കുറച്ചുകൂടി, ഞാൻ പറഞ്ഞില്ലേ, സിനിമേനെ ഭയങ്കരമായി വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അവരതിനെ മറ്റേ ഒരു ബിസിനസ് ആയിട്ട് മാത്രമല്ല, അതിനെ കുറച്ചുകൂടി എന്താ പറയാ കൾച്ചറൽ വാല്യൂം ഒക്കെ പലതരത്തിലുള്ള സിനിമകൾ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ള പ്രൊഡക്ഷൻ ഹൗസ് ആയതുകൊണ്ട് മാർക്കറ്റിൽ അത് പരാജയപ്പെടുവോ എന്ന് പോലും തോന്നുന്ന സാധനങ്ങൾ എടുത്തിട്ട് അവർ വിജയിപ്പിച്ചെടുക്കുന്ന ഒരു കഴിവുണ്ട്. അവര് ചെയ്തതാണ് പട ചെയ്തത്, അവരാണ് ഗോദ ചെയ്തത്. അങ്ങനെ മൊത്തം വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചിലപ്പോൾ ചെയ്യാൻ മടിക്കുന്ന സിനിമകൾ. ഇപ്പൊ ഹൊററിന്റെ സീസണാണ്, നമുക്കൊന്ന് ഹൊറർ ചെയ്യാം അങ്ങനെ തീരുമാനിക്കുന്നതല്ല. അവര് ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ കണ്ടെത്തി ഇന്ന സീസണിൽ ഇന്ന പടം എന്നുള്ളതൊന്നുമല്ല. അവര് ആ രീതിയിലുള്ള വ്യത്യസ്തമായ സിനിമകൾ ഉണ്ടാക്കിയിട്ട് ആളുകളുടെ ഇടയിൽ അത് വലിയ മാറ്റം സിനിമയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ വിജയത്തിന്റെ ഫോർമുല ഇന്നതാണ്, അതിൽ വെച്ച് മാത്രം പടം ചെയ്യാമെന്ന് തീരുമാനിക്കാതെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് കണ്ടെത്തി പുതിയ ആളുകളെ കണ്ടെത്തി. ഫെമിനൊക്കെ സമയം എടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ പ്രോസസ്സിങ്ങിന് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും, പക്ഷെ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇൻഡസ്ട്രിക്ക് വലിയ ഊർജ്ജം തരുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫോർ. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലോ ഉണ്ടാവാറുണ്ട്. ഇപ്പം ത്രില്ലർ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ത്രില്ലർ മാത്രം കൺസ്യൂം ചെയ്ത് പോവുക, അല്ലെങ്കിൽ ലൈക്ക് ഭയങ്കര കൊമേഴ്ഷ്യലി ഫോമാറ്റ് പടങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് മാത്രം കൊണ്ടുപോവുക, അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് മാറി ഒരു ഫൺ ത്രില്ലർ മോഡിലേക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക, അല്ല അങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം പ്രഷറാണോ? ഞാൻ അല്ല, ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിക്കേണ്ട ചോദ്യം. അല്ല, അതുണ്ടായിട്ടുണ്ടോ? ലൈക്ക് രണ്ട് സിനിമയും കൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രഷർ എന്നുള്ള രീതിയിൽ ഇന്ന സിനിമകൾ ചെയ്യണം. ഇപ്പോൾ പലരും അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ ആദ്യ സിനിമ എന്ന് പറയുന്നത് ത്രില്ലർ ആയിരിക്കണം, അല്ലെ ആദ്യ സിനിമ എന്ന് പറയുന്നത് സ്റ്റാർ മൂവി ആയിരിക്കണം. അത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവാറുണ്ട് പലപ്പോഴും. നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥകളാണല്ലോ നമ്മൾ എഴുതാൻ നിൽക്കുക. അപ്പോൾ ജോണർ നമുക്ക് അതിലെ നമ്മൾ നല്ല കഥകൾ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ഈ ആഗ്രഹിക്കാൻ നമുക്ക് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന അല്ല അതുകൊണ്ട് കൂടുതൽ. പക്ഷെ ഞാൻ ഗെയിം ഓഫ് ത്രോൺ പരിപാടിയുള്ള അകത്താണ് ആരാധന. അല്ല അതാണ് പക്ഷെ എനിക്ക് അത് ഉണ്ടാക്കാൻ അറിയില്ല. കഥകൾ ഏറ്റവും കൂടുതൽ എഴുതാൻ ഇങ്ങനത്തെ ഈ പറയുന്ന ഇപ്പൊ ഈ സത്യനന്ദിക്കാട് പോലത്തെ പടങ്ങളെ പോലത്തെ ഇത് ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. സോ ഈ കഥയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? പെണ്ണേഴ്സിന്റെ കഥയിലേക്ക് അല്ല, ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു. പിന്നെ കല്യാണ ഡ്രസ്സിൽ ഒരു പെണ്ണിനെ ഓടിച്ചിട്ട് പോകുന്ന വാർത്ത ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നാണ് തുടക്കട്ടാ ഞാൻ പെട്ടെന്ന് പോകാൻ വേണ്ടി. അല്ല, അതാണ് ഒരു പത്രവാർത്തയായിരുന്നു. ഒരു ലേഡീനെ നാട്ടുകാർ ഓടിച്ചു, കല്യാണ ദിവസം കല്യാണ വേഷത്തിൽ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചു എന്ന് പറയുന്നൊരു വാർത്തയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു വേറൊരു സിനിമയിലെ ഒരു രംഗം കൂടി ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഈ പറയുന്ന പോലെ അതെ അതെ. ഞാൻ കിട്ടും. സോ ഈ കല്യാണ വീട് അവിടെ തന്നെ അത് തന്നെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഐ മീൻ ഒരു അല്ലേ, ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഒരു കല്യാണം നടക്കുന്ന സ്ഥലം, കല്യാണ പന്തൽ, അങ്ങനെ ഒരു സ്ഥലമാണ്. അവിടെ ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള പരിപാടി ആയിരിക്കില്ലേ? ക്രൗഡ് എല്ലാം കൂടെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അല്ല നമുക്ക് അല്ല ഇത്ര കഴിഞ്ഞാണ്ടേ ഇത്ര കഴിഞ്ഞു ആ ബുദ്ധിമുട്ടാണ്. അതെ അതെ ബുദ്ധിമുട്ടാണ്. കറക്റ്റ്. അല്ല ഈ കല്യാണം കഴിക്കുമ്പോ തന്നെ ആലോചിക്കുന്നത് ലൈക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ, ചൂടടിക്കില്ലേ എന്നുള്ളത് ഒരു തവണ പറഞ്ഞു. മാത്രമല്ല നമ്മളെ ഓർണമെന്റ്സും ആ യെസ്, അത് കുറേ ദിവസം ഇരിക്കുന്നത്. ഇതിനകത്ത് ത്രൂ ഔട്ട് നീലേക്ക് എന്തോ വലിയ ബ്രാക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞ മൂന്നാമത്തെ സിനിമയാണിപ്പോ. ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുന്നതിൽ എന്ത് പ്രശ്നം പറ്റുന്നുണ്ട്, കല്യാണം കഴിയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നിർത്തിക്കോണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോപ്പ് സൈഡ് ഇത് ഏകദേശം 15-20 ദിവസം ഉണ്ടായിരുന്നു. അത് അഴിച്ച ദിവസം നിങ്ങൾ എല്ലാവരും ക്ലാപ്പ് അടിച്ചിരുന്നു. അത് ശരിക്കും നമ്മൾ കല്യാണ വേഷത്തിൽ ഇരിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇവരെന്താന്ന് വെച്ചാൽ രാവിലെ ഞങ്ങൾ ഒരുക്കിയിരുത്തും, എന്നിട്ട് എന്നിട്ട് പാസിംഗ് ഒക്കെ വിടും. എന്നിട്ട് അപ്പൊ ഞാൻ പറയും, നിങ്ങൾ എന്നോട് ചുരിദാർ ഇട്ടിട്ട് എന്നോട് എത്ര നേരം വേണമെങ്കിലും ഇരുന്നോ എന്ന് പറഞ്ഞാൽ കരവനിൽ കിടന്ന് ഉറങ്ങിക്കോളും, എനിക്ക് കുഴപ്പമില്ല. ശരിക്കും ഒരുക്കി ഇരുത്തിയിട്ടേ പിന്നെ അനങ്ങാൻ പറ്റില്ലല്ലോ നമുക്ക്. പിന്നെ അപ്പൊ ഇങ്ങനെ എനിക്ക് അപ്പൊ നമുക്ക് കുറച്ച് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഇതിനകത്ത് ഒരു 10-13 കല്യാണം കഴിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതായത് ഇവരെന്താ വെച്ചാൽ ഒരു ഇപ്പൊ 6:30-7 മണിക്ക് ഒരു സീൻ തീർന്നു കഴിഞ്ഞാൽ ഈ 9 മണി വരെ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കല്യാണം കഴിക്കാൻ പറ്റില്ല. പറ്റുന്നില്ല. എന്നിട്ട് ഇവര് ഒരു സീൻ തീരാൻ 2 ഷോട്ടും കൂടെ ബാക്കിയുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇവർ റെഡി ആക്കി കല്യാണത്തിന് റെഡി, നമ്മൾ കല്യാണത്തിന് റെഡി ആക്കി ഇവർ പറയും ഇന്ന് എടുക്കാൻ പറ്റും തോന്നുന്നില്ല. എന്നിട്ട് ഇവര് 9:30 എന്ന് പറഞ്ഞാൽ 9 മണി പാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ പാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ വണ്ടി കയറി. ഞാൻ ഈ വളയൂരി കമ്മലൂരി മുടിയൂരി ഒക്കെ പോകുമ്പോഴത്തേക്ക് 10 മണിയാവും. അപ്പൊ ഞാനോട് കുറച്ചേരം അവിടെ നിൽക്കും. 10 മണി കഴിച്ചിട്ട് പോയാൽ മതി. ശരിക്കും ശാപമാണല്ലേ, സാധാരണ ആൾക്കാർ ഒരു തവണ ചെയ്താൽ മതി. ആ സീൻ ഉണ്ടാക്കാനായിരുന്നില്ല, ആ സീനിൽ അഭിനയിച്ച ആൾക്കാർ വ്യക്തിക്കായിരുന്നു ബുദ്ധിമുട്ടുന്നത്. കല്യാണ ശാപം. എഗൈൻ ഈ കോസ്റ്റ്യൂംസ് വരുന്നത് പല തരത്തിലുള്ള ബ്രൈഡൽ കോസ്റ്റ്യൂംസ് വരുന്നുണ്ട്, സ്ലാങ് വരുന്നത് മാറുന്നുണ്ട്. ഈ ഡിഫറൻസ് ഇല്ലേ? അതേപോലെ സ്ഥലങ്ങളും വേറെ വേറെ സ്ഥലങ്ങളിലാണ് നിഖിലയുടെ സീൻസ് വരുന്നത്. ഈ പല വേഷത്തിൽ പല ഭാഷയിൽ പല പല സ്ഥലങ്ങളിലുള്ള ഷൂട്ട് എങ്ങനെയായിരുന്നു? നമ്മളൊരു സ്ഥലത്ത് തന്നെ ചെയ്യുന്നത് പറയാൻ പാടില്ല. നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ഒരുങ്ങുക എന്ന് പറയുന്നത് തന്നെയാണ്. അതിന് ഇങ്ങനെ ഒരു 1.5-2 മണിക്കൂർ വെഡിങ് ഗെറ്റപ്പിന് ഒരുങ്ങുക എന്ന് പറയുന്നതിനെടുക്കും. എനിക്ക് മേക്കപ്പിന് ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ടൊക്കെ റെഡി ആവുക എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത്രയും നേരം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതായിരുന്നു ഉള്ളതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ബാക്കിയൊന്നും അങ്ങനെ വലിയ പ്രശ്നം. കാരണം ഇത് പക്ഷേ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മളിത് ഊരുമ്പോൾ കിട്ടുന്ന സമാധാനം, അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം. തിരിച്ചറിഞ്ഞപ്പോഴാണ്. ഇതേപോലെ ഓരോ ആക്ടേഴ്സിൻ്റെയും കൂടെയുള്ള കോമ്പിനേഷൻ ഇങ്ങനെ മാറി മാറി വരികയാണല്ലോ. അപ്പം ഓരോരുത്തരുടെ ഇപ്പം ഇവരെല്ലാവരും പല സീക്വൻസിൽ വന്നു പോവായിരിക്കും, പക്ഷെ യു ആർ കണ്ടിന്യൂസ്ലി വിത്ത് എല്ലാവരുടെയും കൂടെ ഇങ്ങനെ മാറി മാറി വരികയാണല്ലോ. ഈ ഓരോ ആളുകളുമായിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ മാറി മാറി വരുന്നത് എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് ഒരു ദിവസം ഒരാളായിരിക്കും, അടുത്ത ദിവസം അടുത്ത ആളായിരിക്കുമല്ലോ. ഞാൻ അവസാനം ഇവർക്ക് കല്യാണത്തിന് കുറേയൊക്കെ ഇമേജസ് മാത്രമൊക്കെ ഉണ്ട്, അതായത് ഫോട്ടോ പോലെ ക്ലിക്ക് ചെയ്യാൻ. അപ്പം നമ്മൾ യൂണിറ്റിലെ ചേട്ടന്മാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ പ്രൊഡക്ഷൻ മാനേജറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ ആര് കല്യാണം വഴിപ്പോതെ ആൾക്കാരുടെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് പാവം ഇവര് മറ്റേ പണിയൊക്കെ എടുത്ത് വരുമ്പോഴായിരിക്കും ഇവരെ മറ്റേ ഫുൾ മറ്റേ കല്യാണ ഗെറ്റപ്പിലൊക്കെ ഒരുക്കിയിട്ട് ഇവര് വന്നിട്ട് ഫോട്ടോ മറ്റേ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ കുറച്ചധികം സീനുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പം രമേശ് ചേട്ടൻ, അജു ചേട്ടൻ, ഋഷാദ് ഖാൻ ഇവരൊക്കെ ആയിട്ടാണ് കൂടുതൽ സീനുകൾ ഉണ്ടായിരുന്നത്. അത് ആക്ച്വലി നല്ല ഫൺ രസമുള്ള സീനുകളായിരുന്നു. അത് ഇവരുടെ കൂടെയൊക്കെ എനിക്ക് അജു ചേട്ടനോട് ഞാൻ ഇതിനു മുന്നേ കോമ്പിനേഷൻ സീനുകൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് രമേശ് ചേട്ടൻ്റെ കൂടെയും കോമ്പിനേഷൻ ആദ്യമായിട്ടാണ്. നിങ്ങളുടെ കോമ്പിനേഷൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ രണ്ടുപേരും വളരെ ലൈവായിട്ട് നിൽക്കുന്ന ചുട്ട മറുപടികളൊക്കെ കൊടുക്കുന്ന രണ്ടുപേരാണല്ലോ. നിങ്ങൾ ഒന്നിച്ച് വരുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത്
മറുപടി കൂട്ടി കൂട്ടി. ഇല്ല അങ്ങനെയല്ല. എനിക്കിതിന് മുന്നേ രമേശ് ചേട്ടൻ അറിയാം. നമ്മളല്ലാത്ത സ്പേസസിൽ നന്നായി സംസാരിക്കുകയും ഷോസിനെ കാണുന്നത്. ഞങ്ങൾ അണലി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അണലി ചെയ്യുന്ന സമയത്തൊക്കെ ഒരു വലിയ സീക്വൻസ് ഓഫ് ഡയലോഗുകളൊക്കെ പുള്ളി അങ്ങോട്ട് കാണാപ്പാടം പഠിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പം എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ. അപ്പം അത് എനിക്ക് ഇതിൽ വന്നപ്പോഴും ശരിക്കും ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. പുള്ളി കുറേ സാധനങ്ങൾ ഇവർ കോമഡി ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ടൈമിങ്ങിൽ ഇവരെന്തെങ്കിലുമൊക്കെ ഇടും. അത് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. ഇപ്പം ഈ ടേക്ക് പറഞ്ഞ രണ്ടാമത്തെ ടേക്ക് പോയാൽ ആദ്യത്തെ ടേക്ക് പറഞ്ഞിരിക്കില്ല ഇവർ രണ്ടാമത്തെ ടേക്ക് പറയാം. വേറെ എന്തെങ്കിലും പറയാം. അപ്പം ഓരോ സമയത്തും അത് ശരിക്കും നമുക്ക് ഭയങ്കര ഫണ്ടായിരുന്നു അവരോട് വർക്ക് ചെയ്യാൻ. നല്ല രസമുള്ള ഒരു പരിപാടിയായിരുന്നു. ഹക്കീമിൻ്റെ കൂടെ ആക്ച്വലി നിങ്ങൾ രണ്ടാമത്തെ പടമാണ്. മൂന്നേതാ? കൊത്തില് ഞങ്ങൾ കോമ്പിനേഷൻ, മറ്റേതില് നമ്മൾ കോമ്പിനേഷൻ ഇല്ല, ഇതില് കോമ്പിനേഷൻ. വീണ്ടും നമ്മൾ അന്ന് ലാസ്റ്റ് കണ്ടത് ഞാൻ പടം ചെയ്യുമ്പോൾ ഹക്കീം ഉണ്ടോന്ന്, ഹക്കീം പടം ചെയ്യുമ്പോൾ അവസാനം കണ്ടുകൂട്ടിയത് പെണ്ണുകേസിലായപ്പോൾ ലാസ്റ്റ് പടം. സോ ഈ സെൻസറിങ് ഇഷ്യൂസിന്റെ നടുക്കിലേക്കാണ് ഇപ്പം നിങ്ങളുടെ സിനിമ എത്തുന്നത്, പെണ്ണുകേസ് എത്തുന്നത്. സെൻസറിങ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉള്ളതാണ്, പുതിയതായിട്ടുണ്ടായതല്ല. പക്ഷെ പുതിയ കാലത്തിൽ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വേണോ, സെൻസറിങ് വേണ്ട എന്ന് ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം സിനിമക്കാരാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ സെൻസറിൻ്റെ കൂടുതൽ കുരുക്കുകളിലേക്ക് പോകുന്നുണ്ട്. അത് നല്ല പ്രവണത എന്നല്ല, രാജ്യത്തിൻ്റെ അത്ര നല്ല പോക്കല്ല എന്ന്. അത് കുറച്ച് ഫാസിസത്തിൻ്റെ കടന്നുകയറ്റം തന്നെയാണെന്നുള്ള, ഇനി അങ്ങനെ കടുകിട്ടിയിൽ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരുമെന്നാണ്. ഇപ്പൊ ഈ ജനനായകന്റെ സെൻസർ ഇഷ്യൂ ആണോ? അല്ല, പൊതുവെ ഈവൻ IFFK നടന്ന സമയത്ത് പോലും അതിലൊരുപാട് സിനിമകൾ പ്രദർശിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പം തുടർച്ചയായിട്ട് ഇപ്പം ഒരു സിനിമ എടുക്കുന്ന സമയത്ത് തന്നെ ഇതൊരു അല്ല മനുഷ്യ 2 വർഷം ഭരിക്കുന്ന പാർട്ടിയുടെ സ്വാധീനം എന്തായാലും ഇതിന് സെൻസർ ബോർഡിൽ അത് എല്ലാ പക്ഷെ അത് ഭരിക്കുന്ന പാർട്ടിയുടെ സ്വാധീനം എന്ന് പറയുന്നത് അതിന് ഒരു പരിധിക്കപ്പുറത്ത് അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുമായിരുന്നില്ല. ഇന്നിപ്പോ കോടതിയുടെ ഇടപെടലുകൾ വലിയ രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. പല സിനിമകളും കണ്ടിട്ടില്ലേ, പല സിനിമകളും കണ്ടിട്ട് കോടതി അവസാനത്തെ കുഴപ്പം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ചെയ്തൊരു പടം കോടതി കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നമ്മൾ അത്ര പ്രാവശ്യം കോടതി കയറി ഇറങ്ങേണ്ടി വരും. ഇപ്പൊ ജഡ്ജി പടം കാണണം. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ എല്ലാം. അപ്പൊ ഈ ആഘോഷകാലത്ത് ജനനായകനെ മാറ്റി നിർത്തി നിഖില വിമലിന്റെ പെണ്ണുകേസ്. സോ ഞാനെല്ലാം മാറ്റി നിർത്തിയിട്ടും അവരായിട്ട് എവിടെ പോയി പെട്ടെന്ന് വരികയായിരിക്കും. സോ പെണ്ണുകേസിന് എല്ലാവിധ ആശംസകളും. ഒരു ഫെസ്റ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്.